ഹായ് ഓൾ, ഗാലക്റ്റിക് ക്വിസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അക്ഷരമുറ്റം ക്വിസുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട ആനുകാലിക ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് LP, UP, HS, HSS വിഭാഗക്കാർക്ക് വളരെയധികം ഉപകാരപ്പെടും. കേന്ദ്ര മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ആരാണ്? ഉത്തരം രത്തൻ യു ഖേൽക്കർ. രത്തൻ യു ഖേൽക്കർ ആണ് കേന്ദ്ര മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ. ഇന്ത്യയുടെ 15ാമത് ഉപരാഷ്ട്രപതി ആരാണ്? ഉത്തരം CP രാധാകൃഷ്ണൻ. CP രാധാകൃഷ്ണനാണ് ഇന്ത്യയുടെ 15ാമത് ഉപരാഷ്ട്രപതി. ഇപ്പോഴത്തെ നേപ്പാളിലെ പ്രധാനമന്ത്രി ആരാണ്? ഉത്തരം സുശീല കാർക്കി. സുശീല കാർക്കിയാണ് ഇപ്പോഴത്തെ നേപ്പാളിലെ പ്രധാനമന്ത്രി. ഈയിടെ വിഴിഞ്ഞത്ത് എത്തിയ ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പൽ ഏതാണ്? ഉത്തരം INS കബ്ര. INS കബ്രയാണ് ഈയിടെ വിഴിഞ്ഞത്തെത്തിയ ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പൽ. 2025 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി ഏതാണ്? ഉത്തരം ടോക്കിയോ. ടോക്കിയോയാണ് 2025 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി. മുറികൂടി പച്ച എന്ന ചെടിയുടെ ശാസ്ത്രീയ നാമം എന്താണ്? ഉത്തരം സ്ട്രോബലാന്തസ് ആർട്ടർനേറ്റ. മുറികൂടി പച്ച എന്ന ചെടിയുടെ ശാസ്ത്രീയ നാമം സ്ട്രോബലാന്തസ് ആർട്ടർനേറ്റ എന്നാണ്. നിഹാൽ സരിൻ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ചെസ്സ്. ചെസ്സുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് നിഹാൽ സരിൻ. ലോകത്തെ ശതകോടീശ്വരന്മാരിൽ 1ാം സ്ഥാനത്തുള്ള ആൾ ആരാണ്? ഉത്തരം ലാറി എലിസൺ. ലാറി എലിസൺ ആണ് ലോകത്തെ ശതകോടീശ്വരന്മാരിൽ 1ാം സ്ഥാനത്ത്. അയ്യങ്കാളിയുടെ സ്മാരകത്തിൻ്റെ പേര് എന്താണ്? ഉത്തരം ചിത്രകൂടം. ചിത്രകൂടം എന്നാണ് അയ്യങ്കാളിയുടെ സ്മാരകത്തിൻ്റെ പേര്. 2030 കോമൺവെൽത്ത് ഗെയിംസ് വേദി എവിടെയാണ്? ഉത്തരം ഇന്ത്യ. ഇന്ത്യയാണ് 2030 കോമൺവെൽത്ത് ഗെയിംസ് വേദി. ഗൗഹർ സുൽത്താന ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ക്രിക്കറ്റ്. ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട കായിക താരമാണ് ഗൗഹർ സുൽത്താന. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കാന്റിലിവർ ഗ്ലാസ് ബ്രിഡ്ജ് എവിടെയാണ്? ഉത്തരം ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിലാണ് ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കാന്റിലിവർ ഗ്ലാസ് ബ്രിഡ്ജ്. ഇന്ത്യ ആദ്യമായി ആതിഥേയത്വം വഹിക്കുന്ന വേൾഡ് തേക്ക് കോൺഫറൻസ് വേദി എവിടെയാണ്? ഉത്തരം കൊച്ചി. കൊച്ചിയിലാണ് ഇന്ത്യ ആദ്യമായി ആതിഥേയത്വം വഹിക്കുന്ന വേൾഡ് തേക്ക് കോൺഫറൻസ് വേദി. ബംഗളൂരുവിലെ ഏത് സ്ഥലമാണ് അടുത്തിടെ ജൈവ വൈവിധ്യ പൈതൃക സ്ഥലമായി പ്രഖ്യാപിച്ചത്? ഉത്തരം കന്റോൺമെൻറ്റ് റെയിൽവേ കോളനി. മിസോറാമിലെ ആദ്യ റെയിൽവേ ലൈൻ ഏതാണ്? ഉത്തരം ബൈരാബി സൈരംഗ്. ബൈരാബി സൈരംഗാണ് മിസോറാമിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ആരംഭിച്ച ലോകത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ ഗോത്ര സർവകലാശാല ഏതാണ്? ഉത്തരം ആദി സംസ്കൃതി. ആദി സംസ്കൃതി എന്നതാണ് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ആരംഭിച്ച ലോകത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ ഗോത്ര സർവകലാശാല. ഈ വർഷം സെപ്റ്റംബറിൽ തപാ ചുഴലിക്കാറ്റ് നാശം വിതച്ചത് ഏതു രാജ്യത്താണ്? ഉത്തരം ചൈന. ചൈനയിലാണ് തപാ ചുഴലിക്കാറ്റ് വീശിയടിച്ചത്. ആർദ്ര കേരള പുരസ്കാരം. മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം. മികച്ച ഗ്രാമപഞ്ചായത്ത് വെള്ളനേഴി പാലക്കാട് ജില്ലയിലാണ്. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് എറണാകുളം ജില്ലയിലെ പള്ളുരുത്തി. മികച്ച ജില്ലാ പഞ്ചായത്ത് ഇടുക്കി. മികച്ച മുനിസിപ്പാലിറ്റി ഗുരുവായൂർ. ലോകത്തിലെ അധിനിവേശ ജീവികളിൽ ഒന്നായ ഭീമൻ ആഫ്രിക്കൻ ഒച്ച് ഏത് ഇന്ത്യൻ നഗരത്തിനെയാണ് ബാധിച്ചിരിക്കുന്നത്? ഉത്തരം ചെന്നൈ. ചെന്നൈയെ ബാധിച്ചിരിക്കുന്ന ഒരു അധിനിവേശ ജീവിയാണ് ഭീമൻ ആഫ്രിക്കൻ ഒച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.